പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ വിശുദ്ധ അൽത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഓർത്തതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജിമ്മി വർഗീസ് ജോസ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള പച്ച ചേക്കടിക്കാട് ലൂർദ്മാത പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2024 ഫെബ്രുവരി 22 കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സമയത്താണ് എൻ്റെ ഭാര്യയുടെയും ചേച്ചിയുടെയും നിർദ്ദേശപ്രകാരം ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത നിമിഷത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ 2 അത്ഭുതങ്ങൾ സംഭവിച്ചു. ഒന്ന്, 10 വർഷമായി എനിക്കുണ്ടായിരുന്ന മദ്യപാനം ആ നിമിഷം തന്നെ വിട്ടുമാറി. 2, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഉറക്കം വരുമായിരുന്നു. അതുപോലെ ബൈബിൾ വായിക്കുമ്പോൾ ഒട്ടും താല്പര്യം തോന്നാറില്ലായിരുന്നു. പക്ഷേ അന്ന് മുതൽ എനിക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറാൻ തുടങ്ങി. അതുപോലെ ബൈബിൾ വായിക്കാൻ അതിയായ ആഗ്രഹം എന്നിലുണ്ടായി. ഓൺലൈനായി ഉടമ്പടി എടുത്ത് 3 മാസം കൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചു തീർന്നു. അതുപോലെ തന്നെ എനിക്ക് അതിനു മുമ്പ് ഈ ബൈബിൾ ക്ലാസ്സുകളോ ധ്യാന പ്രസംഗങ്ങളോ കേട്ടിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ അന്ന് മുതൽ അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. 3 to 4 മന്ത്സിൽ ഞാൻ അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കണ്ടു തീർത്തു. ഞാൻ 2024 ഖത്തറിൽ ഒരു സ്കൂളിൽ ഫിസിക്സ് അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. 14 വർഷമായി ഞാനവിടെ ജോലി ചെയ്യുകയായിരുന്നു. എൻ്റെ വൈഫ് അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വൈഫിന് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സായി ജോലി കിട്ടി. ഞാൻ അപ്പോൾ എൻ്റെ സ്കൂളിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. ഞാൻ പോകുന്നതിന് 6 മാസം മുമ്പാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തത്. എൻ്റെ ചെയർമാനുമായിട്ട് ഞാൻ വളരെയധികം വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ടായിരുന്നു. അവരെൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തു. അതിന് പ്രകാരം ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുമ്പായിട്ട് നാട്ടിലേക്ക് പോകുന്നുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു, വീട് വെക്കേറ്റ് ചെയ്തു. പക്ഷേ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ചെയർമാൻ എന്നോട് പറഞ്ഞു, ജിമ്മിക്ക് പോകാൻ പറ്റുകയില്ല, 1 മാസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിൻ്റെ ഓസ്ട്രേലിയയിലെ ജോയിനിങ് ഡേറ്റും ടിക്കറ്റും എല്ലാം കാണിച്ചിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ ചേച്ചിയും എൻ്റെ വൈഫും ഒക്കെ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തതാണ്, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഉടമ്പടി ഉപ്പ് ഞാൻ ചെയർമാൻ്റെ ഡോറിൻ്റെ വാതിക്കൽ അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിച്ചാണ്, ഞാൻ ടിക്കറ്റ് മാറ്റിയില്ല. പക്ഷേ പോകുന്നതിന് 2 ദിവസം മുമ്പ് ചെയർമാനോട് പറഞ്ഞു, ജിമ്മി പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം 2024 ജൂൺ 19 ഞാൻ ഓസ്ട്രേലിയയിൽ എത്തുന്നത്. ഞാൻ ഉടമ്പടിയിൽ നിന്ന് എല്ലാ നിബന്ധനകളും പാലിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. ഓസ്ട്രേലിയയിൽ അവിടെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുമായിരുന്നു. എല്ലാവരോടും എൻ്റെ ഉടമ്പടിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യങ്ങളും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്റ്റൈഫൻഡോടുകൂടി PhD ചെയ്യാനുള്ള അവസരം കിട്ടി. അതുപോലെ വീട് വാങ്ങിക്കുന്നതിന് സ്റ്റൈഫൻഡ് ഉള്ളവർക്ക് ലോൺ കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വീട് വാങ്ങിക്കുന്നതിന് ലോൺ ബാങ്ക് ഒരു തടസ്സവും കൂടാതെ ലോൺ സാങ്ഷനാക്കി തന്നു. ആദ്യത്തെ 3 മാസം എൻ്റെ PhD വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഗൈഡിന് എന്നെ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ വീടിൻ്റെ പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പം ഡെയിലി 10 hours 12 hours ഒക്കെ ഞാൻ ലാബിൽ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ പിന്നീട് ഈ മൈക്രോസ്കോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. എൻ്റെ ഗൈഡ് എന്നോടൊപ്പം നീരസം പ്രകടിപ്പിച്ചു തുടങ്ങി. ഞാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ഇത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്, എത്രയും പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ കണ്ണ് രണ്ടും നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അവരെന്നെ ഉടൻ തന്നെ റോയൽ വിക്ടോറിയൻ മെൽബൺ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് ചെയ്തു. ഞാൻ അന്ന് രാത്രി തന്നെ റോയൽ വിക്ടോറിയനിൽ ചെന്നു. അവർ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡിറ്റാച്ച്മെൻ്റ് ആയിട്ടില്ല, പക്ഷേ സാധാരണ ഒരു കണ്ണിനെയാണ് ഇത് ബാധിക്കുന്നത്, പക്ഷേ 2 കണ്ണിനെയും ബാധിച്ചിട്ടുണ്ട്. നോർമലി 3 to 4 മന്ത്സിൽ ഇത് ഫ്ലൂയിഡ് ഡിപ്പോസിഷനാണ് റെറ്റിനയിൽ. 3 to 4 മന്ത്സിൽ തന്നെ ക്യൂറാകും, ഇല്ലെങ്കിൽ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. ട്രീറ്റ് ചെയ്താൽ കണ്ണ് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞു, ജിമ്മി, ഇത് ഒരുപാട് റീഡിങ് ആവശ്യമുള്ള ഒരു പ്രൊഫഷനാണ്, അതുകൊണ്ട് PhD സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോയി. പക്ഷേ 4 മാസത്തിന് ശേഷവും എൻ്റെ കണ്ണിന് പുരോഗതിയൊന്നുമില്ലായിരുന്നു. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇൻഡസ്ട്രി സ്പോൺസർ വർക്കായിരുന്നു ഇത്. അതുകൊണ്ട് അവർക്ക് എനിക്ക് അധികം വർക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നതാണ്, കാഴ്ച കുറവായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് PhD സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് വിഷമിച്ച ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നത്. ഒരുപാട് വിഷമിച്ച് എൻ്റെ കാറിൽ വന്നിരുന്നപ്പോൾ അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം ഞാൻ കൂടുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ വചനം പറഞ്ഞു, ജോഷുവ 3-ാം അധ്യായം 7-ാം വാക്യം,
ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ട് എന്ന് അവർ ബോധ്യപ്പെടുന്നതിന് ഞാൻ നിൻ്റെ അവരുടെ മുന്നിൽ ഉയർത്തും എന്ന വചനം. അച്ഛൻ ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇതിനുശേഷം ജോഷുവ മുന്നിൽ വന്നു നിന്ന ജോർദാൻ നദിയുടെ മുന്നിലാണ് മുന്നോട്ട് പോകാൻ മേലാത്ത അവസ്ഥ. അതിനുശേഷം ജോഷുവയെ പ്രവർത്തിച്ച അടയാളങ്ങൾ അച്ഛൻ വിവരിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ നല്ല ധൈര്യം തോന്നി. ഞാൻ മുന്നോട്ട് തന്നെ പോയി. 8ാമത്തെ മാസം വീണ്ടും എൻ്റെ കണ്ണിൻ്റെ ടെസ്റ്റിങ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിന് മാറ്റമൊന്നുമില്ല, സർജറി ചെയ്യണം. വീണ്ടും അവർ പറഞ്ഞു കണ്ണ് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കൃപാസനത്തിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എൻ്റെ കണ്ണ് പൂർണ്ണമായി സുഖപ്പെടും എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ 2 കണ്ണിലും തൈലം പൂശി കാശുരൂപം തന്നു പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രത്യേകിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് മെൽബണിൽ ചെന്ന് റോയൽ വിക്ടോറിയൻ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ 2 കണ്ണുകളും പൂർണ്ണമായി സുഖപ്പെട്ടു. എന്നോട് ഡോക്ടർ ചോദിച്ചു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കൃപാസനം എന്ന മാതാവിൻ്റെ പ്രതിഷ്ഠകൾ നടന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ കണ്ണിൽ തൈലം അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കും. അങ്ങനെയാണ് എൻ്റെ അസുഖം മാറിയെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. PhD സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും മുന്നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അതുപോലെ ഇത്രയും വലിയ രോഗശാന്തി എനിക്ക് കിട്ടിയിട്ടും എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറിയിട്ടും എൻ്റെ മാനസിക സമ്മർദ്ദം, ടെൻഷൻ ഇതൊന്നും പൂർണ്ണമായും അന്നേരവും മാറിയിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ചേച്ചിയും എൻ്റെ വൈഫും എന്നോട് പറഞ്ഞു ഇത്രയും നാളും ടീച്ചറായിരുന്നല്ലോ, അതുകൊണ്ട് ടീച്ചറായിട്ട് തന്നെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ മുന്നിലുള്ള പ്രശ്നം മെൽബണിൽ ടീച്ചറാകണമെന്നുണ്ടെങ്കിൽ വിക്ടോറിയൻ രജിസ്ട്രേഷൻ എടുക്കണം. അതിന് IELTS എക്സാമിന് 8 ആണ് സ്കോർ വേണ്ടത്. മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് IELTSന് 8 സ്കോർ കിട്ടുക എന്നുള്ളത് എനിക്ക് വിചാരിക്കുന്നതിനും അപ്പുറമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ട്രൈ ചെയ്യാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ISLPR എന്നൊരു എക്സാം ഉണ്ട്, അത് നേഴ്സിങ്ങിന് OET പോലെയാണ്, ഇതിന് ടീച്ചിങ് റിലേറ്റഡ് ടോപ്പിക്സാണ് വരുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമെന്ന് പറഞ്ഞു. അതിന് മാക്സിമം സ്കോർ 5 ആണ്, അതിൽ 4 കിട്ടണം, IELTS 8 ഈക്വലൻ്റ് ആയിട്ട്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്തത്. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30-ക്കുള്ള ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം അരമണിക്കൂർ ഉറക്ക ഇംഗ്ലീഷ് ബൈബിൾ വായിക്കും. പിന്നീടാണ് ഞാൻ പഠനം തുടങ്ങിയിരുന്നത്. കേവലം 1.5 മാസമാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ എക്സാമിന് വേണ്ടി പോവുകയാണ്. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു അടയാളം സംഭവിക്കുന്നത്. ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിൽ മുന്നിലിരിക്കുകയായിരുന്നു. എൻ്റെ സൈഡിൽ ഒരു ഓസ്ട്രേലിയൻ ചെറുപ്പക്കാരനാണ് ഇരുന്നത്. നന്നായി വിശ്വാസം കുറവുള്ള ചെറുപ്പക്കാരാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഈ വിശ്വാസം തീരെയില്ല. പക്ഷേ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഞാനപ്പോൾ കൗതുകത്തോടെ നോക്കി എന്താണ് ആ ചെറുപ്പക്കാരൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം ബൈബിളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഞാനും അപ്പോൾ വിചാരിച്ചു ദൈവമേ ഉടമ്പടി എടുത്ത് ഞാൻ ബൈബിൾ വായിച്ചില്ലല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ ഫോണിൽ ബൈബിൾ റാൻഡമായി ഓപ്പൺ ചെയ്ത് ഞാൻ വായിച്ചു. അപ്പം എനിക്ക് കിട്ടിയ വചനം അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 5-ാം വാക്യം, എന്തെന്നാൽ യോഹന്നാൻ വെള്ളത്താൽ സ്നാനം നൽകി, നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. ആ വചനം വായിക്കുന്ന സമയത്ത് ഡ്രൈവർ സൈഡ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് വണ്ടി കയറുന്നതിന് വേണ്ടി ബസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ തന്നെ അതിന് മുമ്പോ പിന്നീടോ സംഭവിച്ചിട്ടില്ല, ഒരു പ്രാവ് പറന്ന് വന്ന് ഫ്രണ്ടിലെ സ്ക്രീനിൽ കൂടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നീട് റോഡിൽ പറന്നിറങ്ങി. 1 മിനിറ്റ് ഡ്രൈവർ ആ പ്രാവ് പോകുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നീട് വണ്ടി എടുത്തത്. എനിക്കപ്പം തന്നെ മനസ്സിലേക്ക് പ്രത്യേക ഒരു ധൈര്യം വന്നു. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം എനിക്ക് വന്നു. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ടെൻഷൻ, ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന ടെൻഷൻ ആ സമയത്ത് എനിക്ക് വിട്ടുമാറി. ഞാൻ എക്സാമിന് ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തോടെ ഞാൻ ഈ വചനഭാഗം ഉരുവിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം ഹാളിൽ ചെന്നത്. അവിടെ ചെന്നപ്പം ഞാൻ മാത്രമായിരുന്നു ആദ്യമായി എക്സാം എഴുതുന്ന ആൾ. ബാക്കി എല്ലാവരും 5-ാമതെയും 6-ാമതെയും തവണ എഴുതുന്നവരായിരുന്നു. കാരണം IELTSന് 8 ഈക്വലൻ്റ് അല്ലെങ്കിൽ ISLPRന് ബാൻഡ് 4 അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം എനിക്ക് പക്ഷേ ഒട്ടും ഒരു സംശയം തോന്നിയില്ല. ഞാൻ ധൈര്യമായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മാതാവ് എന്നെ കാണിച്ചു തന്നു. എനിക്ക് എന്നെ എക്സാം നടത്തിയത് IELTS എക്സാമിൻ്റെ ക്രിയേറ്ററാണ്. അദ്ദേഹമാണ് ഇച്ചിരി പ്രായമുള്ള മനുഷ്യനാണ്. എനിക്കത് അറിയില്ലായിരുന്നു അദ്ദേഹമാണ് എന്നെ എക്സാം ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ടെൻഷനൊന്നും കൂടാതെ വളരെ ശാന്തമായി എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് ലിസണിങ് വളരെ ബുദ്ധിമുട്ടായിരുന്നു, റീഡിങ്ങും വളരെ ബുദ്ധിമുട്ടായിരുന്നു.
എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് കിട്ടില്ല, അഥവാ എനിക്ക് പാസ്സായാൽ അതിൽ മാതാവിൻ്റെ ഈശോയുടെ ഒരു കയ്യൊപ്പുണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ലിസണിങ്ങിന് 4 സ്കോർ വേണ്ടത്, 4+, അതായത് 5 മാക്സിമം. അത് IELTS 8 മുകളിലുള്ള സ്കോറാണ്. ആ സ്കോർ നൽകി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് ടീച്ചർ രജിസ്ട്രേഷന് 4 to 5 വീക്സാണ് നോർമലി എടുക്കുന്നത്. അവിടെ സമയച്ചുരുക്കം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അപ്ലൈ ചെയ്ത് വിതിൻ 10 days എനിക്ക് ടീച്ചർ രജിസ്ട്രേഷൻ കിട്ടി. പിന്നീട് എനിക്ക് വേറൊരു അനുഭവം ഉള്ളത്, എനിക്ക് ഒരു 6 വർഷമായി ഉറക്കത്തിൽ ത്രോട്ട് ഡ്രൈ ആയിട്ട് ശ്വാസം കിട്ടാതെ ചുമച്ച് പിടഞ്ഞെണീക്കുന്ന ഒരു കണ്ടീഷനുണ്ടായിരുന്നു. ഇത് സ്ലീപ്പ് ആപ്നിയാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഉണർന്നു കഴിഞ്ഞാലും ഈ ശ്വാസം കിട്ടാതെ നമ്മൾ കുറച്ച് നേരം ബുദ്ധിമുട്ടുമായിരുന്നു. ഞാനപ്പോൾ ഒരു ദിവസം കൃപാസനത്തിൻ്റെ ഉപ്പെടുത്തിട്ട് ഈ തൊണ്ടയിൽ വെച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് ഈ അസുഖം ഉണ്ടായിട്ടില്ല. പല പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, പ്രശ്നങ്ങളല്ല, പല പ്രശ്നങ്ങളുടെയും നടുവിൽ ശാന്തമായി ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു വരമാണ് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴും പല പ്രശ്നങ്ങളും, പക്ഷേ ഒരു പ്രശ്നങ്ങളും എന്നെ ടച്ച് ചെയ്യുന്നില്ല. അച്ഛൻ എപ്പോഴും പറയാനുള്ള വാക്യം ലൂക്കായുടെ സുവിശേഷം 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുക്കളുടെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ അർത്ഥം എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശാന്തമായി ദൈവത്തെ ആരാധിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും എന്നുള്ളത്. ഉടമ്പടി എന്താണെന്ന് എന്നോട് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലരോടും പറയാറുണ്ട്, പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ഡിഫറൻഷ്യേറ്റഡ് ലേണിംഗ് ലെവൽസുള്ള ദൈവത്തെ നിത്യതയിലേക്ക്, യേശുക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്ന വിശുദ്ധമായൊരു ജീവിത മാർഗ്ഗമാണ് ഉടമ്പടി എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ മദ്യപാനം 10 വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനം മാറി എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നീട് കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ കൃപാസനം പത്രം, ഇംഗ്ലീഷ് പത്രം ഞാൻ മെൽബണിൽ ദൈവവചനം എഴുതി അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. പിന്നെ ഇവിടെ ജപമാല റാലി നടക്കുന്ന സമയത്ത് മെൽബണിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് ചേർന്ന് അവിടെ ജപമാല ചൊല്ലി റാലി നടത്താറുണ്ട്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. യെശയ്യാ 50:10 നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസൻ്റെ വാക്കനുസരിക്കുകയും ചെയ്യുന്നത്? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. യേശുവിൽ പ്രിയമുള്ളവരെ, ജിമ്മി വർഗീസ് ജോണിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത്, വചനത്തിലൂടെയാണ് അദ്ദേഹം മാറ്റം സംഭവിച്ചത്. കണ്ണിന് രണ്ടിനും കാഴ്ചയില്ലാതെ ഇരുന്നപ്പോൾ, ഒരു വഴിയും മുന്നിലില്ലെന്ന് കണ്ടപ്പോൾ പരിശുദ്ധമ്മയിൽ ആശ്രയിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പിലൂടെ അദ്ദേഹത്തിന് പരിശുദ്ധമ്മ അന്ധകാരത്തിൽ നിന്ന് പ്രകാശം നൽകി. കണ്ണിന് കാഴ്ച കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിച്ചു. കൂടുതൽ വചന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് മാറ്റം സംഭവിക്കും. നമ്മളൊരു പുതിയ വ്യക്തികളാകും. നല്ല പുതിയ പുതിയ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് അരമണിക്കൂർ നേരം ഉടമ്പടി എടുത്തവർ നിങ്ങൾ വചനം വായിക്കണമെന്ന് പറയുന്നത്. ഈ ജിമിഷനിലൂടെ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. എവിടെ ചെന്നാലും വചനമാണ് അദ്ദേഹത്തിന് വായിക്കാൻ ഒരു പ്രചോദനം നൽകിയത്. അങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്തും പ്രേക്ഷിത പ്രവർത്തനം കൂടുതൽ ചെയ്തും അദ്ദേഹം ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായി പിടിച്ചെടുത്തു. അങ്ങനെ പരിശുദ്ധമ്മ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജിമ്മിയെ പ്രകാശത്തിലേക്ക് നയിച്ച് ശക്തനായവൽ നിന്ന് വൻ കാര്യം ചെയ്തു കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധമ്മ ജീവനോടുകൂടി ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് മനുഷ്യരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കിയ ഈ സമയത്തിന് അമ്മയും ഈശോയും നൽകിയ വൻ കൃപകൾക്ക് നമ്മൾക്ക് കൈയടിച്ച് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.